നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ ഏപ്രിൽ 9 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഉയർന്ന പോളിംഗ് ശതമാനമായ 78.27% രേഖപ്പെടുത്തി. 1098 ശേഷം ഇതാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 2.71 കോടി വോട്ടർമാർ വോട്ട് ചെയ്തു. പോളിംഗ് ശതമാനം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നടത്തുന്നത്. LDF, UDF, NDA എന്നിവർ മുന്നേറ്റം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. ഫലങ്ങൾ മെയ് 4 പ്രഖ്യാപിക്കുക. ഉയർന്ന പങ്കാളിത്തം ഭരണത്തിലുള്ള LDFന് മൂന്നാം തുടർച്ചയായ ഭരണകാലം ലഭിക്കുമോ അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി നേരിടേണ്ടി വരുമോ എന്നതിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. വോട്ടെടുപ്പിന് ശേഷം പയ്യന്നൂർ, തളിപ്പറമ്പ മേഖലകളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. പ്രതിപക്ഷ പ്രവർത്തകരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും വാഹനങ്ങൾക്കും നേരെ തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 ബൂത്തുകളിൽ പുനർവോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. 95% പോളിംഗും കള്ളവോട്ടിംഗുമെന്ന ആരോപണവുമാണ് അവർ ഉന്നയിച്ചത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ പ്രദേശത്ത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പെരാമ്പ്രയിൽ വോട്ടെടുപ്പിന് മുമ്പ് CPIM സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ വിവാദ ഓഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചു. ഇത് BJPയുടെ തന്ത്രത്തേക്കാൾ മോശമാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. CPM ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ഈ വിവാദം 2026 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർദ്ധിച്ചുവരുന്ന സാമുദായിക നിറം വെളിപ്പെടുത്തുന്നു. ഉയർന്ന രാഷ്ട്രീയ ബോധവൽക്കരണമുണ്ടായിട്ടും 2026 പ്രചാരണം തൊഴിലില്ലായ്മ, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മുഖ്യ വിഷയങ്ങളെക്കാൾ കൂടുതൽ സെൻസേഷണൽ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുവെന്ന് വിലയിരുത്തൽ. ബൂത്തുകളിൽ കണ്ട നീണ്ട നിരകൾ വോട്ടർമാരുടെ ആവേശം കാണിച്ചെങ്കിലും ക്ഷേമ വാഗ്ദാനങ്ങൾ ആഴത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികളെ മറച്ചുവച്ചുവെന്നാണ് നിരീക്ഷകർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം ഭരണം എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നതിൽ ആശ്രയിച്ചായിരിക്കും. തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മധ്യപൂർവേഷ്യയിൽ ഉയർന്നുവരുന്ന സംഘർഷം കേരളത്തെ ബാധിക്കുന്നുണ്ട്. വലിയ പ്രവാസി തൊഴിലാളി സമൂഹത്തെയും റിമിറ്റൻസിനെയും ഇത് സ്വാധീനിക്കുന്നു. 1081 ഗൾഫ് യുദ്ധകാല പ്രതികരണത്തോട് താരതമ്യം ചെയ്യുമ്പോൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ മൌനം പാലിച്ചു. ഗൾഫ് ജോലികളിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ആശങ്കകൾ വോട്ടർ മനോഭാവത്തെ നിയമം, പാല, പെരാവൂർ, പാലക്കാട് തുടങ്ങിയ പ്രധാന സീറ്റുകളിൽ ത്രികോണ മത്സരം ശക്തമായി. ധർമ്മടത്ത് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളായ സ്ഥാനാർത്ഥികളിലാണ് ശ്രദ്ധ. LDF ഹാട്രിക്ക് പ്രതീക്ഷിക്കുന്നു. UDF തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു. NDA പരമ്പരാഗത ദ്വൈത രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ സീറ്റുകളാണ് നിയമസഭാ ഭൂരിപക്ഷം നിർണ്ണയിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF 100-ലധികം സീറ്റുകൾ നേടുമെന്ന് ശക്തമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദേശീയ സർവേകളും ഗ്രൌണ്ട് റിപ്പോർട്ടുകളും മുന്നണി അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. LDFന്റെ ക്ഷേമവാദങ്ങൾ അദ്ദേഹം തള്ളി. ആന്റി ഇൻകംബൻസി ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടി. മെയ് 4 വോട്ടെണ്ണലിന് മുൻപ് ഇത് മുൻകൂട്ടി കണക്കുകൂട്ടലുകൾ വർദ്ധിപ്പിക്കുന്നു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരു ഡെന്റൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. കുടുംബം പീഡനാരോപണം ഉന്നയിച്ചു. ഈ സംഭവം വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച മാനസികാരോഗ്യ പിന്തുണ ആവശ്യപ്പെടുന്ന ശബ്ദങ്ങൾ ശക്തമായി. പോലീസ് അന്വേഷണം തുടരുകയാണ്. കേരള കോളേജുകളിൽ വിദ്യാർത്ഥി സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇതോടെ വീണ്ടും ഉയർന്നു. കോട്ടയം ജില്ലാ കലക്ടർ സ്ട്രോങ് റൂമുകളിൽ തോക്ക് ചൂണ്ടിയെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി. വോട്ടെടുപ്പിന് ശേഷം EVMകൾക്ക് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളം ചെയ്യൽ സാധ്യതയെക്കുറിച്ചുള്ള പ്രതിപക്ഷ ആശങ്കകൾക്കിടെയാണ് വിശദീകരണം. മെയ് 4 എണ്ണൽ വരെ എല്ലാ സ്ട്രോങ് റൂമുകളും ബഹുസ്തര നിരീക്ഷണത്തിലാണ്. വടക്കൻ ജില്ലകളിൽ കണ്ണൂർ ഒഴികെ 2021 അപേക്ഷിച്ച് വോട്ടർ ശതമാനം വർദ്ധിച്ചു. കണക്കുകൾ തിരിച്ചുമറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നേട്ടം അവകാശപ്പെടുന്നു. കണ്ണൂർ, കോഴിക്കോട് മേഖലകളിലെ ഉയർന്ന പങ്കാളിത്തം LDF അല്ലെങ്കിൽ UDF ശക്തികേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ വാമമുന്നണി നിരവധി പ്രതിസന്ധികൾ കൈകാര്യം ചെയ്തതും ലൈഫ് മിഷൻ ഭവന പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങിയവയും മുന്നോട്ടുവച്ചു. ഭരണ റെക്കോർഡ് വിലയിരുത്തണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തുടർച്ചയായ വികസനവും സാമൂഹ്യ സുരക്ഷയും നൽകുന്ന ഏക മുന്നണിയാണ് LDF എന്ന് അവർ അവകാശപ്പെടുന്നു. ADR റിപ്പോർട്ടിൽ ആകെ 8 183 സ്ഥാനാർത്ഥികളെ 124 പേർ അഥവാ 38% ക്രിമിനൽ കേസുകൾ പ്രഖ്യാപിച്ചതായി വെളിപ്പെടുത്തി. ഇതിൽ 23% പേർ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഗുണമേന്മയെക്കുറിച്ച് ഇത് ആശങ്ക ഉയർത്തുന്നു. സ്ഥാനാർത്ഥി പശ്ചാത്തലങ്ങളുടെ കർശന പരിശോധന ആവശ്യപ്പെടുകയാണ് സുതാര്യതാ പ്രവർത്തകർ. ഏകദേശം 4.25 ലക്ഷം ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവാക്കൾ 2026 തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. ജൻസർ പരമ്പരാഗത പ്രസംഗങ്ങളെക്കാൾ തൊഴിൽ, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത മത്സരങ്ങളെ പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിലും വിദ്യാർത്ഥികൾ കൂടുതലുള്ള മേഖലകളിലും ഇവരുടെ സ്വാധീനം നിർണായകമായേക്കാം. UDF നേതാവ് K. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ 4 ബൂത്തുകളിൽ പുനർവോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. സംശയകരമായി ഉയർന്ന പോളിംഗും ക്രമക്കേടുകളും ആരോപിക്കപ്പെട്ടു. കണ്ണൂർ മേഖലയിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള സംഘർഷത്തിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ പരിശോധിച്ചു. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, നേമം, മഞ്ചേശ്വരം തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ LDF UDF ആധിപത്യം തകർക്കാൻ ശക്തമായ ശ്രമം നടത്തുന്നു. അടിസ്ഥാന സൌകര്യ വികസന വാഗ്ദാനങ്ങളും മോദി നയിക്കുന്ന വികസിത കേരളം ദർശനവും നേതാക്കൾ മുന്നോട്ടുവയ്ക്കുന്നു. ചില പോക്കറ്റുകളിൽ വർദ്ധിച്ചെങ്കിലും പരിമിതമായ സ്വാധീനം സൂചന നൽകുന്നു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ CPI-M-യും BJP-യും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന് ആരോപിച്ചു. പെരാവൂരിൽ നടന്ന പ്രചാരണത്തിനിടെയായിരുന്നു പരാമർശം. ഇത് നേരത്തെ തന്നെ ചൂടേറിയ ത്രികോണ മത്സരത്തിൽ പുതിയ വിവാദം ചേർക്കുന്നു. ഭരണത്തിലുള്ള ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അപൂർവമായ 3ാമത്തെ തുടർച്ചയായ ഭരണകാലത്തിനായി ശക്തമായ പ്രചാരണം നടത്തുന്നു. ക്ഷേമ പദ്ധതികളും വികസനവും മുന്നോട്ടുവച്ചാണ് ശ്രമം. പ്രതിപക്ഷ UDF ആന്റി ഇൻകംബൻസിയെ ആശ്രയിക്കുന്നു. മെയ് 4-ാം തീയതിയിലെ ഫലങ്ങളാണ് കേരളം പതിവ് രാഷ്ട്രീയ മാതൃക തുടരുമോ മാറ്റം കാണുമോ എന്ന് നിർണയിക്കുക. രാഷ്ട്രീയ പ്രവർത്തകരെ ലക്ഷ്യമിട്ട അക്രമ റിപ്പോർട്ടുകൾക്കു പിന്നാലെ പയ്യന്നൂർ പരിസര മേഖലകളിൽ പോലീസ് ജാഗ്രത വർദ്ധിപ്പിച്ചു. നിയമവ്യവസ്ഥ നിലനിർത്താൻ കർശന നിർദ്ദേശങ്ങൾ നൽകി. എല്ലാ മുന്നണികളിൽ നിന്നും വിമർശനവും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ നിഷ്പക്ഷ അന്വേഷണ ആവശ്യവും ഉയർന്നു. 2026 തിരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ, ഔട്ട്ഡോർ പരസ്യങ്ങളുടെ സ്റ്റോപ്പ് പിണറായി വിജയൻ പ്രചാരണത്തിനിടെ ഉയർന്ന പ്രദേശങ്ങളിലെ പുനരധിവാസ ശ്രമങ്ങളും റബ്ബർ കർഷകർക്കുള്ള പിന്തുണയും എടുത്തുപറഞ്ഞു. ദുർബല വിഭാഗങ്ങൾക്ക് ലക്ഷ്യമിട്ട ക്ഷേമമാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഗ്രാമീണവും പ്ലാന്റേഷൻ ജില്ലകളിലും പിന്തുണ ശക്തമാക്കുകയാണ്. കുറഞ്ഞ ശിശുമരണ നിരക്കും ഉയർന്ന ആയുസ്സിനും ആഗോള പ്രശംസ ലഭിച്ചിട്ടുണ്ടെങ്കിലും സമീപകാല സംഭവങ്ങൾ സർക്കാർ ആശുപത്രികളിലെ വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ഉയർത്തി. പൊതു ആരോഗ്യ മാതൃക പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി തുടരുന്നു. പരിഷ്കാരങ്ങൾ വേണമോ, സേവന നിലവാരം കുറഞ്ഞോ എന്നതാണ് വാദം. കർശന മാർഗനിർദ്ദേശങ്ങൾ. ഏപ്രിൽ 9-ാം തീയതി വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞു. ഇതിലൂടെ സമാന അവസരം ഉറപ്പാക്കി. ഊഹാപോഹങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഔദ്യോഗിക ഫലം മെയ് 4-ാം തീയതിയിലെ പുറത്തുവരൂ. സംസ്ഥാനമാകെ സസ്പെൻസ് നിലനിൽക്കുന്നു. പിണറായി വിജയൻ, VDD സതീശൻ തുടങ്ങിയ ഭാരവാഹികളായ നേതാക്കളുള്ള മത്സരങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടുന്നു. സെലിബ്രിറ്റി വോട്ടുകളും നേതാക്കളുടെ ആദ്യഘട്ട വോട്ടെടുപ്പും ഗ്ലാമർ കൂട്ടി. ഇവ വലിയ മുന്നണി പ്രകടനങ്ങളുടെ സൂചികകളായി കണക്കാക്കപ്പെടുന്നു.